കുക്ക് വിത്ത് സോഫിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാനൊരു കറിയാണ് ഉണ്ടാക്കുന്നത്, ബീൻസ് മസാലക്കറി. ബീൻസ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നമ്മളതുകൊണ്ട് മെഴുക്ക് പുരട്ടിയും തോരനും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ മസാല ചേർത്ത ഒരു കറി ഇതിനു മുമ്പ് നിങ്ങൾ ആരെങ്കിലും വെച്ചിട്ടുണ്ടോ? ഇത് ചോറിനും ചപ്പാത്തിക്കും പറ്റിയൊരു കറിയാണ്. എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ കറിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ബീൻസ് ഒന്ന് വഴറ്റിയെടുത്തിട്ടാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് ഇത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ നന്നായിട്ട് ചേരുന്നൊരു കറിയാണിത്. ഇതെങ്ങനെയാണ് വെക്കുന്നതെന്നും ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്നും നമുക്കൊന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 12 ബീൻസ്, രണ്ടറ്റവും മുറിച്ച് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് ഇതുപോലെ മെഴുക്ക് പുരട്ടിക്ക് അരിയുന്ന പോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതായത് 1 ടീസ്പൂൺ ഇഞ്ചി, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 2 മീഡിയം സൈസ് തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞത്, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ. ഇത് ഒരു മീഡിയം സൈസ് തേങ്ങയുടെ 1 മുറി തേങ്ങ ചിരണ്ടിയെടുത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് മിക്സിയിൽ അരച്ചെടുത്താണ് ഇതുപോലെ കുറുകിയ പാല് കിട്ടുന്നത്. നമ്മൾ സാധാരണ പിഴിഞ്ഞാൽ ഇങ്ങനെ കുറുകിയ പാല് കിട്ടിയല്ല, മിക്സിയിൽ തന്നെ അരിച്ചെടുത്ത് വച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഉപ്പ്, കറിവേപ്പില, വെള്ളം. ഈ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കണം. ആദ്യം ഈ ബീൻസ് ഒന്ന് വഴറ്റിയെടുക്കണം വെളിച്ചെണ്ണയിൽ. അതിനായിട്ട് നമുക്ക് ചൂടായ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ എണ്ണയിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. ഈ അല്പം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഈ ബീൻസിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കണം. എന്നാലേ ബീൻസിന് ഉപ്പ് പിടിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ആദ്യമേ ഇങ്ങനെ ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു പകുതി വേവ് കഴിഞ്ഞ് വേണം എടുക്കാനായിട്ട്. ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കൃത്യം 2 തണ്ട് വേണമെന്നൊന്നുമില്ല. എൻ്റെ കയ്യിൽ ചെറിയ തണ്ടായിരുന്നതുകൊണ്ട് ഞാൻ 2 തണ്ട് ഇട്ടെന്നേ ഉള്ളൂ. ആ കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ അകത്ത് കിടന്നൊന്ന് മൂത്ത് വരണം. തീ ഒരല്പം കൂട്ടി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. വെച്ചാൽ ഇത് പെട്ടെന്ന് കരിവൽ കയറും. നമ്മൾ എത്ര ഇളക്കിക്കൊണ്ടിരുന്നാലും ഇവിടെ എല്ലാം കരിവൽ കയറാൻ തുടങ്ങും. ഇത് മീഡിയം ഫ്ലെയിമിൽ താഴെ വെച്ച് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ. അപ്പം ബീൻസ് ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരിയെടുക്കാം. തീ കുറച്ച് വെക്കണം. ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുവാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ എണ്ണ തീരെ കുറവാണ്. നമുക്ക് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണ തന്നെയാണ്. ചൂടായ എണ്ണയിലേക്ക് കടുക് ചേർക്കാം. ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും.
ഇത് ഏകദേശം ഒരു നിറം മാറി കിട്ടണം, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കണം. തീ അതിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് കൊടുക്കണം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ബീൻസിന് നമ്മൾ ഉപ്പിട്ടതാണ്. സവാള ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗരം മസാല ഒരല്പം വെച്ചേക്കണം, അവസാനം ഇട്ട് കൊടുക്കാനായിട്ട്. അത് കറിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. ഇപ്പം പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. നമുക്ക് അല്പസമയം ഇതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഈ തക്കാളിപ്പഴം ഇട്ട് കഴിഞ്ഞ് 2 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. ഒന്ന് ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. തീ അല്പം കൂട്ടി കൊടുക്കണം. ഇത് ചൂടുവെള്ളം ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അരപ്പ് നന്നായിട്ട് ചൂടായി കിടക്കുന്നതാണ്. അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകും. അപ്പോൾ ആ കറിക്ക് ഒരു ടേസ്റ്റ് ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് ഏത് അരപ്പിൻ്റെ കൂടെ ആണെങ്കിലും ഇങ്ങനെ ചൂടുവെള്ളമാണ് നല്ലത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് തിളയ്ക്കണം. ഒന്ന് മൂടി വെക്കാം. നമുക്കിതൊന്ന് നോക്കാം. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം. ഈ ഗ്രേവിയുടെ ടേസ്റ്റും തക്കാളിപ്പഴം എല്ലാം കൂടെ ബീൻസിൽ ഒന്ന് പിടിക്കുകയും വേണം. ബീൻസിന് ബാക്കി വേവ് കൊണ്ട് അത് ഇങ്ങനെ അടച്ച് വെച്ചിന് വേവിക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളൊരു 2 മിനിറ്റ് മൂടി വെച്ചതാണ്. ഇനി ഒന്ന് നോക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ബീൻസ് വെന്ത് ഈ വെള്ളം കുറച്ചൊന്ന് വറ്റണം. അതിന് നമുക്ക് വീണ്ടും ഒന്ന് മൂടി വെക്കാം. ഇപ്പം വീണ്ടും ഒരു 2 മിനിറ്റും കൂടെ മൂടി വെച്ചതാണ്. ഇനി നോക്കാം. ബീൻസ് വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് ചാറ് കുറുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. തീ കുറച്ച് വെക്കാം. ഇനി ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാകണം. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം. ഇതല്പം കറിവേപ്പിലയും കൂടെ ചേർക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് നല്ലവണ്ണം ചൂടായി നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമ്മുടെ കറി റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ബീൻസ് മസാലക്കറി റെഡിയായി. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
ഇത് ചപ്പാത്തിക്കും ചോറിനും നല്ല കറിയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾ ഈ കറി ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്ത ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.